ഹായ് ഹലോ. അപ്പം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാണ് കേട്ടോ. വേറെ എവിടെയല്ല, ഞങ്ങൾ നേരെ ആലപ്പുഴ ബീച്ചിലേക്കാണ് പോയത്. അപ്പം എല്ലാവരും കൂടി ഒരു സൺസെറ്റ് അവിടെ സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആലപ്പുഴ ബീച്ചിലെത്തി. ഞങ്ങൾ വന്ന ടൈം കുറച്ചും തെറ്റിപ്പോയി. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു. അപ്പോഴത്തേക്കും ഭയങ്കര വെയിലെന്ന് വെച്ചാൽ നല്ല നട്ടപ്ര വെയിലായിരുന്നു. കരിഞ്ഞുണങ്ങി ഞങ്ങൾ വല്ലാണ്ടായി. അപ്പോഴത്തേക്കും ആ ഒരു വെയിലൊന്ന് ചായയിട്ടെന്നും കരുതി ഞങ്ങളൊരു സ്നാക്സും ചായയൊക്കെ കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. സത്യം പറഞ്ഞാൽ ആ വെയിലൊന്ന് ചായാൻ വേണ്ടി കയറിയാണ്. പക്ഷെ ഞങ്ങളെ കൊണ്ട് കടക്കാരന് ഭയങ്കര കയറ്റാണ്. നമ്മൾ പറയില്ലേ വെച്ചടി കയറ്റുമായിരുന്നത്, അത് തന്നെയായിരുന്നു അവിടുത്തെ അവസ്ഥ. ഞങ്ങൾ ആദ്യം വാങ്ങിയതേ കോളിഫ്ലവർ ബജിയില്ലേ, അതായിരുന്നു. ആദ്യം വാങ്ങിയത് ഒരു സ്പൈറൽ പൊട്ടറ്റോ എന്ന് പറയുന്ന സംഭവമായിരുന്നു കേട്ടോ. ഞാനത് ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ സംഭവം സൂപ്പറായിരുന്നു. അതവിടെ നിൽക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് പോയിട്ട് വരാം. ഇതെന്ത് ചൈനീസ് വിഭവമാണെന്ന് തോന്നുന്നു അല്ലേ? എന്ത് ചൈനീസ് വിഭവമാണെന്ന് തോന്നുന്നു. എന്നിട്ടിതാ ഞങ്ങൾ നേരെ പോയി നമ്മുടെ ബീച്ചിലോട്ടായിരുന്നു കേട്ടോ. വിഷുവിന് കുറേ കാലമായി ബീച്ചിൽ കൊണ്ടുപോയിട്ട്. അത് കണ്ടപ്പോഴത്തേക്കും ബീച്ച് കണ്ടപ്പോഴേ ആളുടെ റിലേ പോയി. ആൾ ഭയങ്കര ഓട്ടമായിരുന്നു. ബീച്ചിൽ ഏറ്റവും കൂടുതൽ തകർത്ത് വാരി കുസൃതിക്കുട്ടൻ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പോലും അത്രയൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൾ നല്ല തകർത്ത് വാരിയിട്ടുണ്ട്. വിഷു കിട്ടിയ ചാൻസിനെ ഓരോരുത്തരെയും കൈമാറി ഇങ്ങനെ നടക്കുവാൻ. ആരായിരുന്നു ഏറ്റവും ദൂരം നിൽക്കുന്നത് അവരോടൊപ്പമായിരുന്നു അവൻ. ഇതിപ്പോൾ അവൻ്റെ ചിക്കുമാവനും പാർവാൻ്റിയും എല്ലാം കൂടെ അവനെ പൊക്കിക്കൊണ്ട് നടക്കുക കേട്ടോ. ഇവനെ അവർ വളരെയധികം ദൂരത്തിൽ കൊണ്ടുപോയി. നമ്മുടെ വീടിനടുത്ത് കടലൊക്കെ ഉണ്ടെങ്കിലേ നമ്മളങ്ങനെ കടലിലോട്ടൊന്നും വിടത്തില്ലായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിലേ അമ്മയുടെ വീട്ടിൽ ഇതുപോലെ റിലേറ്റീവ്സും വലിയമ്മമാരും മക്കളും അവരും ഇവരെയൊക്കെ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കടൽ കാണാൻ പോകും. പക്ഷേ ഇതിലൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. സൈഡിൽ നിന്ന് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കും. എന്തായാലും ഒരിക്കലും മടുക്കാത്ത സംഭവമാണല്ലേ ഈ ബീച്ച് എന്ന് പറയുന്നത്. വിഷുവാര്യനൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല. ഇവരാണെങ്കിൽ കരയിൽ കയറുന്ന പണിയേ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഒരുവിധം ഇവരെയും കൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നൊക്കെ വിചാരിച്ചു. എങ്ങനെയൊക്കെയോ പൊക്കി എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു കേട്ടോ. അങ്ങനെ നേരിട്ട് നമ്മൾ വന്നത് ഒരു തട്ടുകടയിലായിരുന്നു. ഇത് രേഖ ചേച്ചിയൊക്കെ സ്ഥിരം വരാറുള്ള തട്ടുകടയായിരുന്നു. അവരുടെ സജഷനായിരുന്നു ഈ ഒരു കട എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും പോയത് നല്ല ലാഭമാണ്. അടിയായി. അങ്ങനെ ഞങ്ങൾ ആ ഒരു കടയിൽ വന്നിട്ട് ദോശ, അതുപോലെ തന്നെ പൊറോട്ട, കേത്തൽ ചിക്കൻ, കാട ഫ്രൈ, കക്കയിറച്ചി, അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ വാങ്ങിയത്. ഈ കാണുന്നതാണ് കപ്പ ബിരിയാണി, അങ്ങനെ ചിക്കൻ 65, അങ്ങനെ കുറേ അധികം സാധനങ്ങൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വയറ് നിറയെ ഫുഡ് അടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്.
അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡെല്ലാം അടിച്ചു കഴിഞ്ഞു. ചിഞ്ചു ചേച്ചിയാണ് ഇപ്പോൾ ലാസ്റ്റ് കഴിച്ചു കഴിഞ്ഞത്. അപ്പോൾ വിചാരിച്ചു പുള്ളിക്കാരി ഒന്ന് ബലിയാടെ ആക്കിയിട്ടാന്ന് വിചാരിച്ചു. പുള്ളിക്കാരി വീഡിയോ ഒക്കെ നാട്ടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വീഡിയോ എടുത്തിട്ടുള്ളത്. വിശപ്പില്ല, ഡോക്ടറെ ഒന്ന് കാണണം.